ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 1-2 അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന MIMI 5 അതുപോലെ തന്നെ പിക്സൽ വെർസിൻ്റെ ചെറിയ അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ MIMI 5 വന്നിട്ട് പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഡ്രോയുടെ പ്രോസസ്സ് എല്ലാം ഇന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും മുമ്പ് ചെയ്തിട്ടില്ല. ടെലഗ്രാമിൽ കുറേ ടെലഗ്രാം ബോട്ടിൻ്റെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ വലുതായിട്ട് ഇതിൽ ആക്റ്റീവുമായിരുന്നില്ല, കാരണം ഇത് എത്രത്തോളം ഒരു സാധ്യതയുണ്ടെന്ന് അറിയില്ല. എങ്കിലും കുറച്ച് കോയിൻസ് ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 8-10 റെഫറൽ എൻ്റെ ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിതിൽ ഈ കാണുന്ന ഇവിടെ ടെസ്റ്റ് നെറ്റ് ഒരു ജോയിൻ XYRO ഇതിൻ്റെ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്താൽ കുറച്ച് കോയിൻസ് കിട്ടും. അതുപോലെ ബൂസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടോക്കൺസ് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു 12 അക്കം നിങ്ങളുടെ റിക്കവറി പേഴ്സ് അത് നിങ്ങൾ എഴുതി സൂക്ഷിക്കുക. എഴുതി സൂക്ഷിച്ചതിന് ശേഷം ബൈ ചാൻസ് എഴുതാൻ വിട്ടുപോയി എങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്കവറി പേഴ്സ് നിങ്ങൾക്ക് ഓപ്പണായി കാണാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്തേറിയം ഇവിടെ കാണുന്നുണ്ട്, MIMI 5 ഇവിടെ കാണുന്നുണ്ട്. ഈ വാലറ്റിലാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അപ്പോൾ ഈ എയർ ഡ്രോപ്പ് നമുക്ക് ഇതിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ ചെറിയൊരു ഗ്യാസ് ഫീ വേണ്ടി വരും. ഇത് എത്തേറിയത്തിൽ തന്നെ ലീനിയയിലാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗ്യാസ് ഫീ ഇതിൽ കുറച്ച് വളരെ തുച്ഛമായ ഗ്യാസ് ഫീ ആകുന്നുള്ളൂ. അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യം അനൗൺസ്മെൻറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവരുടെ ഇന്ന് വന്ന അനൗൺസ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ പ്രോസസ്സ് എന്നുള്ളത്. ഓക്കെ, ഇത് ഇപ്പോൾ എല്ലാം മലയാളത്തിലാക്കിയിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് ഒരു വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മൾ പ്രത്യേക പഠിക്കേണ്ട കാര്യമില്ല. കണ്ടിന്യൂസ്ലി നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു വാലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ 12 അക്ക കീ മാത്രം നിങ്ങൾ സേഫായിട്ട് വയ്ക്കുക. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ എയർ ഡ്രോപ്പ് എങ്ങനെ ക്ലെയിം ചെയ്യാം. ഓക്കെ, എയർ ഡ്രോപ്പ് ഇവിടെ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ലീനിയ എത്തേറിയം. അപ്പോൾ നമ്മൾ ലീനിയ എത്തേറിയം എന്ന് പറയുമ്പോൾ ഈ ബ്ലോക്ക് ചെയിനെ പറ്റി അധികം അറിയാത്തവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിൽ നിന്നാണെങ്കിലും ആദ്യം നമ്മൾ മേടിക്കേണ്ട എത്തേറിയം ബൈ ചെയ്യണം. എത്തേറിയം ബൈ ചെയ്തതിന് ശേഷം വിഡ്രോ ഓപ്ഷൻ വരും. വിഡ്രോ ഓപ്ഷൻ വരുമ്പോൾ അവിടെ നമ്മുടെ MIMI 5 കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ലീനിയ സെലക്ട് ചെയ്യണം. ബേസ് നെറ്റ്വർക്ക്, എത്തേറിയത്തിൻ്റെ ലെയർ 2 നെറ്റ്വർക്കായ പല ഇതുണ്ട്. ബേസ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ കുറേ ഇങ്ങനെ നെറ്റ്വർക്കുണ്ട്. അതിലൊന്നായിട്ടുള്ള ലീനിയ നെറ്റ്വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷമാണ് അയക്കേണ്ടത്. അപ്പോൾ വിഡ്രോ ആകുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ ഇതിൽ പറയുന്നത് വലിയൊരു എമൗണ്ട് വേണ്ട. ഇതിൽ പറയുന്നത് മിനിമം ഒരു $1 വാല്യൂ ഉള്ള എത്തേറിയം നിങ്ങൾക്ക് മതിയാകും. അപ്പോൾ അത് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. അതിനുശേഷം ഇവിടെ പറയുന്നത് OKX ബൈബേസ് എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വേറെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് ഇതുപോലെയുള്ള വാലറ്റുകളിലുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വിഡ്രോ ആകുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ എക്സ്ചേഞ്ചുകളിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അതല്ല, നിങ്ങളുടെ കയ്യിൽ മെറ്റാമാസ്കിലോ ട്രസ്റ്റ് വാലറ്റിലോ ആണ് നിങ്ങളുടെ കയ്യിൽ എത്തേറിയം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്തതിന് ശേഷം കൊണ്ടുവരാം. ജസ്റ്റ് ട്രസ്റ്റ് വാലറ്റിൽ നമുക്കത് നോക്കാം. ട്രസ്റ്റ് വാലറ്റിലാണെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഏറ്റവും മേളിൽ ലീനിയ സെർച്ച് ചെയ്യുക. ഈ ഏറ്റവും മേളിൽ കാണുന്ന ഈ ലീനിയ ഇതാണ് നമുക്ക് പോകേണ്ടത്. ഇത് ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പറയുന്നത്. ഇത് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന എത്തേറിയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ എത്തേറിയം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് കൊടുക്കുക. സ്വാപ്പ് കൊടുത്തതിന് ശേഷം
ഏറ്റവും മേളിൽ നമ്മുടെ എത്തേറിയം വരും. താഴത്തെ ഇതിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക, ലീനിയ സെർച്ച് ചെയ്യുക. ഇതുപോലെ ലീനിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അല്പം ഗ്യാസ് ഫീ ഇവിടെ നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ഗ്യാസ് ഫീ നമുക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറഞ്ഞ ഗ്യാസ് ഫീ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ സ്വാപ്പ് ചെയ്യാം. ഈ എത്തേറിയം ഈ ലീനിയയിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ലീനിയ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഈ ലീനിയ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. അതല്ല എങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ മേളിൽ കാണുന്ന ഈ എത്തേറിയം, എൻ്റെ ഈ എത്തേറിയം വന്നിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ലീനിയയിലേക്ക് വരും. എത്തേറിയത്തിൻ്റെ ലെയർ 2ലേക്ക് വരും. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം. ഗ്യാസ് ഫീ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പേജിൽ വന്നതിന് ശേഷം ഇവിടെ ഡിപ്പോസിറ്റ് അഡ്രസ്സൊക്കെ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പിക്സൽ വെർസിൽ. പിക്സൽ വെർസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുമ്പ് ആണെങ്കിൽ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ തന്നെ നമുക്ക് ആ പെറ്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നു. ഇപ്പോൾ അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ലെവൽ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഓരോ ലെവൽ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഞാനിപ്പോൾ 7 ലെവൽ വരെ അപ്പ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടോക്കൺസ് പോയിൻറ്റ്സ് ഇവിടെ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ 8ാമത്തെ ലെവലിൽ പോകണമെങ്കിൽ 10 പേരെ റെഫർ ചെയ്യണം. 10 ബാറ്റിലെങ്കിലും നമ്മൾ 25 ബാറ്റിൽ ജയിച്ചിരിക്കണം. 10 ബാറ്റിലേ ഞാനിപ്പോൾ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ 25 എണ്ണം ജയിച്ചു കഴിഞ്ഞാലേ അത് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് 10 പേരെ റെഫർ ചെയ്യണം. അങ്ങനെയാണ്. ഇനി അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ളതൊക്കെ ഓപ്ഷൻ കാണുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ പെറ്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ കാണുന്ന നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് വന്നിട്ട് ഈ കാണുന്ന നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇത് പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ എത്ര നമ്മൾ ഗെയിം ജയിച്ചിട്ടുണ്ട്, എത്ര ബോട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ബാറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്, എത്ര കോയിൻസ് ലോസായി, എത്ര ജയിച്ചു, വിഡ്രോ, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും താഴെ കാണുന്ന ഗോ ടു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരെ നമ്മുടെ പെറ്റ് കളക്ട് ചെയ്യേണ്ട അതിലേക്ക് പോകും. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്കത് പെറ്റ് കളക്ട് ആകുന്നില്ല. നിങ്ങൾ നോക്കുക, പെറ്റ് ഇത് വാഷ് ചെയ്യേണ്ട ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വർക്കാകുന്നില്ല. ഇന്നിപ്പോൾ ഒരു 4300 PIX ടോക്കൺ ലഭിക്കേണ്ട സ്ട്രീക്കായിരുന്നു. പക്ഷേ എത്ര ക്ലിക്ക് ചെയ്തിട്ട് ഇത് വർക്കാകുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ഗെയിമിൻ്റെത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട്സിനായിട്ടാണ് ഇവിടെ ഗെയിം നടത്തുക, അല്ലെങ്കിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. അതോടൊപ്പം ചെറിയ ലെവലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു പെറ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പെറ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ആ പെറ്റ് ബൈ ചെയ്യുന്നതിന് ഇവിടെ നിന്ന് റൈറ്റിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. വീണ്ടും ഞാൻ ടോട്ടലി 3 പെറ്റ് ബൈ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പെറ്റ് ബൈ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഓപ്ഷൻ പലർക്കും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പെറ്റ് 3 പെറ്റ് ഇതൊക്കെ ബൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ബൈ ചെയ്യേണ്ട ഓപ്ഷൻ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഒരു ഇത് വരും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ആൾറെഡി ഇതിൽ ബൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബൈയിങ് 8 മണിക്കൂർ 21 മിനിറ്റ് കഴിഞ്ഞ് നടക്കത്തുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ പെറ്റ് എല്ലാം ഇങ്ങനെ ബൈ ചെയ്യേണ്ടി വരും. എങ്കിലും മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ടാസ്കുകൾ ഏതെങ്കിലും നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുക. പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ട്. ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സുകളെല്ലാം നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഓപ്പണായി വരും. ഓക്കെ, ബാക്കി റിവാർഡുകളെല്ലാം കംപ്ലീറ്റ് ക്ലെയിം ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പുതുതായിട്ട് കുറേ 1-2 ടെലഗ്രാം ബോട്ടുകൾ ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.